NCTV തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രെയിൻടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രെയിൻടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, ബിറ്റ്സ് ടവർ, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ മത്സരം നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. NCTV സംഘടിപ്പിക്കുന്ന ബ്രെയിൻടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് സംവാദത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ സംവാദത്തിൽ നമുക്ക് പ്രതിനിധികളായി കിട്ടിയിട്ടുള്ളത് LDF-ന് വേണ്ടി CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം ശ്രീ EK അനൂപാണ്. അനൂപേട്ടനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി UDF പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, സ്വാഗതം. NDA BJP പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് BJP സംസ്ഥാന സമിതി അംഗം PG ജയൻ ചേട്ടനാണ്, സ്വാഗതം ജയേട്ട. ഇനി ഇന്നത്തെ ഈ ഒരു സംവാദം ഏറ്റവും മനോഹരമാക്കുന്നതും ചൂടുപിടിപ്പിക്കുന്നതും ഊർജ്ജസ്വലമാക്കുന്നതുമൊക്കെ വിവിധ മുന്നണികളുടെ പ്രവർത്തകരായി ഇവിടെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ആദ്യം EK അനൂപിലേക്കാണ്. അനൂപേട്ട, ഇപ്പോൾ 20 വർഷം തുടർച്ചയായി 20 വർഷം പൂർത്തിയാവുകയാണ്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDF-ൻ്റെ പ്രതിനിധികൾ തുടരുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDF-ൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്? 2026 തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയോജക മണ്ഡലം പുതുക്കാടായി പുനർനിർണയം ചെയ്യപ്പെട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ 2026 തെരഞ്ഞെടുപ്പ് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ 1410 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിൽ സഖാവ് KK രാമചന്ദ്രൻ MLA ആയിരുന്ന ഘട്ടത്തിലും അതിനു മുൻപ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ആയിരുന്ന ഘട്ടത്തിലും ഈ മണ്ഡലത്തിൽ മാത്രം നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലെടുത്തു പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മണ്ഡലത്തിലെ ഓരോ മേഖലയും പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ കാർഷിക മേഖലയിൽ തന്നെ പരമ്പരാഗതമായി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെ 40,000 സ്ത്രീകളെ കാർഷിക മേഖലയിലേക്ക് ഇറക്കുന്ന പൊലിമ, പുതുക്കാട് പോലെയുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികൾ, അതുപോലെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്തത്, PWD വകുപ്പ് വിഭാവനം ചെയ്തത് ഓരോ നിയോജക മണ്ഡലത്തിലെയും 50% വരുന്ന PWD റോഡുകൾ BMPSC നിലവാരത്തിൽ അല്ലെങ്കിൽ ഉന്നത നിലവാരത്തിൽ മാറണമെന്നുള്ളതാണ്. എന്നാൽ പുതുക്കാട് മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും 50% വിഭാവനം ചെയ്തുവെങ്കിൽ പുതുക്കാട് മണ്ഡലത്തിൽ 85% PWD റോഡുകളും പ്രധാന റോഡുകളും ഉന്നത നിലവാരത്തിലുള്ള റോഡുകളാക്കി മാറ്റിയെടുക്കുന്നതിന് ഈ മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജലസേചന പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങി പുതുക്കാടിൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള എല്ലാ സർക്കാർ സേവനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ 10 വർഷ കാലയളവിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് 5 വർഷ കാലയളവ് സഖാവ് KK രാമചന്ദ്രൻ MLA ആയതിനു ശേഷം 960 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ മണ്ഡലത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. പുതുക്കാട്ടെ ഓരോ മനുഷ്യർക്കും ഈ 3 സ്ഥാനാർത്ഥികളെയും 3 മുന്നണികളെയും വിലയിരുത്തുമ്പോൾ നിസ്സംശയം പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം അവരിൽ ഒരാളായി ഏത് രംഗത്തും എപ്പോഴും കാണാൻ കഴിയുന്ന സഖാവ് KKR തന്നെയായിരിക്കും ഇവിടെ വിജയിച്ചു വരിക എന്നുള്ളത്. ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ സൂചിപ്പിച്ചപ്പോൾ ഇപ്പോൾ വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ, വിദ്യാർത്ഥികൾ അനുമോദിക്കുന്ന പ്രതിഭാ പുരസ്കാരം, അതുപോലെ ഈ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ, എന്തിന്
വില്ലേജ് ഓഫീസിലേക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നത് ഒരു MLA ലാപ്ടോപ്പ് കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാവും. വേറെ ഒരു MLA ചെയ്യാത്ത കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, മണ്ഡലത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കുന്നതിന് വേണ്ടി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തുക അനുവദിക്കുന്നു. ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ലാബുകൾ തുടങ്ങിയിട്ടുള്ള സർവതല സ്പർശിയായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ നടത്തിയത്. അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് വീടുകളിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാപ്ഷൻ എന്ന് പറയുന്നത് മറ്റാരുണ്ട് LDF അല്ലാതെ. അതുപോലെ ഈ പുതുക്കാട് മണ്ഡലത്തിലെ ഓരോ വോട്ടറും ചോദിക്കുന്നൊരു ചോദ്യമാണ് മറ്റാരുണ്ട് KKR അല്ലാതെ എന്നുള്ളൊരു ചോദ്യം ഈ നാട്ടിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷം വിജയിക്കും. ഏതായാലും ശ്രീ സുധൻ കാറിയിൽ UDF പ്രതിനിധിയാണ്. നമുക്കറിയാം കഴിഞ്ഞ 20 വർഷമായി LDFിൻ്റെ പ്രതിനിധികളാണ് ഇവിടെ തുടരുന്നത്. അതിനു മുൻപ് ഏതാണ്ട് 19 വർഷക്കാലം KP വിശ്വനാഥൻ പ്രതിനിധിയായി തുടർന്ന, UDF പ്രതിനിധിയായി തുടർന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 20 വർഷക്കാലം എന്താണ് UDFന് സംഭവിച്ചത്? ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്? UDFിൻ്റെ സാധ്യതകൾ എന്താണ്? ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ 87 ശ്രീ KP വിശ്വനാഥൻ്റെ കാലത്തിന് തുടങ്ങാം. പ്രത്യേകിച്ച് മലയോര മേഖല ഉൾപ്പെടുന്ന ഈ പഴയ കൊടകര മണ്ഡലം എന്ന് പറഞ്ഞാൽ ചിമ്മിനി ഡാം ഉൾപ്പെടുന്ന വരന്തരടി പഞ്ചായത്തും മറ്റത്തൂർ പഞ്ചായത്തും വനമേഖലയായി അങ്ങോട്ടൊരു യാത്രാ സൗകര്യമോ വൈദ്യുതി ഇല്ലാത്ത 50% എന്ന പ്രദേശങ്ങളൊക്കെ മാറ്റിമറിച്ചത് ശ്രീ KP വിശ്വനാഥനാണ്. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന വലിയൊരു പദ്ധതി ആറ്റപ്പള്ളി റെഗുലർ കം ബ്രിഡ്ജ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വലിയ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആദ്യത്തെ 13 വർഷക്കാലം അദ്ദേഹം വനയോര മേഖലയിലൊക്കെ റോഡുകൾ കൊണ്ടുവരാനും അടിസ്ഥാന സൗകര്യം പ്രതിബദ്ധ നിരവധി പദ്ധതികൾ ആവശ്യത്തിന് ശേഷം ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ചിമ്മിനി ഡാം ഉൾപ്പെടുന്ന കുറുമാലിപ്പുഴയും മണലിപ്പുഴയൊക്കെ ബന്ധപ്പെടുന്ന ധാരാളം വികസന സാധ്യതയുള്ള പ്രദേശങ്ങൾ കണക്കിലെടുത്ത് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നൊരു പദ്ധതി അദ്ദേഹം വിഭാവനം ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കി അതിൻ്റെ ഫണ്ട് അനുവദിച്ച് ആ പ്രവർത്തനം തുടങ്ങി വെച്ച് അദ്ദേഹം അതിനുശേഷം നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ ജനപ്രതിനിധികൾ ഉണ്ടായി. 20 വർഷം പിന്നിട്ടപ്പോഴും ആ പദ്ധതി എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ എനിക്ക് ചോദിക്കാൻ വളരെ വിനയപൂർവ്വം ചോദിക്കുക. അത് പൂർത്തീകരിക്കാൻ സാധിച്ചോ? മറ്റൊരു പദ്ധതി 5 പഞ്ചായത്തിൽ കുടിവെള്ളം ലഭിക്കുന്ന തോട്ടുമുഖം ലിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്. ആ ലിഫ്റ്റിഗേഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ ആ കാർഷിക മേഖലയ്ക്ക് മാത്രമല്ല കുടിവെള്ളത്തിന് കൂടി ലഭ്യത ലഭിക്കുന്ന വലിയൊരു പ്രോജക്റ്റ്. അതുപോലും പൂർത്തീകരിക്കാൻ ഒരു തവണ മന്ത്രിയായ ശ്രീ രവീന്ദ്രൻ മാഷ് ഉണ്ടായിരുന്നിട്ടും 3 പ്രാവശ്യം MLA ആയൊക്കെ ഉണ്ടായിട്ടും ആ 2 വൻകിട പദ്ധതിയിൽ പോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഫ്ലക്സിൽ കുറേ ഉദ്ഘാടനം നടത്തി വലിയ മാമാങ്കം വീമ്പിളക്കൊണ്ടൊന്നും വികസനം ഉണ്ടാവില്ല. നമുക്കറിയാം ഇന്ന് ഈ സമീപ നിയോജനങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ ഇരിങ്ങാലക്കുടയും ചേർപ്പും ചാലക്കുടിയൊക്കെ മിനി സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച് 15-20 വർഷം ആവാറായി. ഇപ്പോൾ ഇവിടെ തറക്കല്ലിട്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാന്യായ ഇടതുപക്ഷ MLA തെരഞ്ഞെടുപ്പിലെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ അതിൻ്റെ പണി ആരംഭിച്ചു എന്ന് പറയുന്ന പുതുക്കാട് ആരംഭിച്ചിട്ടില്ല നിങ്ങൾ പറയുന്നില്ല. പക്ഷേ 20 വർഷക്കാലം മന്ത്രി കൂടിയാണ് മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് ഒരു സിവിൽ സ്റ്റേഷൻ ഇത്ര വൈകിപ്പോയെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കാം. അതുപോലെ തന്നെ അടിസ്ഥാന വികസനം നമുക്കറിയാം. വ്യവസായ മേഖല തകർന്ന് തരിപ്പണമായി. 200ഓളം വോട്ട് കമ്പനികൾ ഇവിടെ പൂട്ടിപ്പോയി. ആ മേഖലയെ രക്ഷിക്കാൻ ഇവരെന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. അതുപോലെ മലയോര മേഖലയിൽ നമുക്കറിയാം ആ തോട്ടം തൊഴിലാളികൾ അവിടെ റബ്ബർ ഒക്കെ മുറിച്ചു മാറ്റി പുതിയ പ്ലാന്റേഷൻ വരാതെ ആ തോട്ടം തൊഴിലൊക്കെ പട്ടിണി കിടക്കുക. അളകപ്പം മില്ല് പൂട്ടി 15 വർഷം കഴിഞ്ഞു. ഇവിടെ MLA ഉണ്ടായി. എന്തെങ്കിലും അല്ലെങ്കിൽ മന്ത്രിസഭ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്നു. മന്ത്രിയുണ്ടായി. ആ കമ്പനി തുറക്കാൻ നടപടി ഉണ്ടായോ? പീഡിത വ്യവസായമായ ഓട്ട് കമ്പനി വ്യവസായത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടായോ? അതുകൊണ്ട് ഈ പ്രദേശം നിന്ന് നേരിടുന്ന നിയോജകരുടെ ഏറ്റവും വലിയ പ്രശ്നം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് നമ്മുടെ നിയോജകർ നേരിടുന്നത്. അതിനൊന്നൊരു ശാശ്വത പരിഹാരം കാണാൻ ഒരു വ്യവസായ സംരംഭം തുടങ്ങാനോ ഒരു പുതിയ തൊഴിൽ മേഖല തുറന്നു കൊടുക്കാനോ 20 വർഷക്കാലം സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കൂടി അവസരം ആഗ്രഹിക്കുകയാണ്. ഈ നിയോജക റോഡ് പരിശോധിച്ചാൽ നമുക്കറിയാം മുപ്ലിയ റോഡ് എത്ര കാലമായി? 20 വർഷക്കാലമായില്ലേ അവിടെ ഉദ്ഘാടനം എന്ന ഫ്ലക്സ് വയ്ക്കുന്നത്? ഉദ്ഘാടനം ഉണ്ടായോ? എത്ര മേൽപ്പാലങ്ങൾ പുതുക്കാടും റെയിൽവേ മേൽപ്പാലം വരുമെന്ന് പ്രഖ്യാപിച്ചു. 48ഓളം പേർ മരണപ്പെട്ടു. മേൽപ്പാലം യാഥാർത്ഥ്യമായോ? റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായോ? കെയർ പദ്ധതി എവിടെ? ഇതൊക്കെ ചോദിച്ചാൽ നമ്മുടെയൊക്കെ നികുതി പണം എടുത്ത് ഫോട്ടോ വെച്ച് കുറച്ച് മിനി ഹൈവാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതല്ലാതെ എന്തു സ്ഥായി വികസനമാണ് ഈ പ്രദേശത്തെ തൊഴിലില്ലായ്മയ്ക്കും അതുപോലെ അടിസ്ഥാന സൗകര്യം ചെയ്തത് എന്ന് ചോദിക്കാൻ ഞാൻ അവസരം ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഈ നിയോജകമണ്ഡലത്തിലൊക്കെ വളരെ പരിചിതനും എല്ലാവർക്കും ഒക്കെ ഏറെ പ്രിയങ്കനായ ശ്രീ KM ബാബുരാജ് തന്നെ സ്ഥാനത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം
ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളിലേക്ക് സ്വീകാര്യത, അപ്പോൾ ആളുകളൊക്കെ വികസന മുരടിപ്പ്, അത് വലിയ മടുപ്പുണ്ടായിരിക്കുകയാണ്. പിന്നെ സംസ്ഥാന സർക്കാരിനെതിരായ അതിരൂക്ഷമായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗം, ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ ആളുകൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ഇവിടെ KM ബാബുവിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. NDA പ്രതിനിധി BJP പ്രതിനിധിയായിട്ടുള്ള PG ജയൻചേട്ടനിലേക്കാണ്. കഴിഞ്ഞ ഒരുപാട് നാളുകളായി BJPയെ സംബന്ധിച്ചിടത്തോളം 2021 തെരഞ്ഞെടുപ്പ് വരെ 35,000-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ രണ്ട് നിയമസഭയിലായി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലം എല്ലാ കാലത്തും BJPയുടെ A+ മണ്ഡലം എന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് BJPക്ക് ഇവിടെ ഒരു വലിയ മുന്നേറ്റം സാധ്യമാകുന്നില്ല? ലോക്സഭയിൽ സുരേഷ് ഗോപി ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ ഒരു മണ്ഡലം ആണ് എന്നത് നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 2026 തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റമാണ് BJP പ്രതീക്ഷിക്കുന്നത്? BJPയുടെ സാധ്യതകൾ എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് തീർത്തും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഇവിടെ KK രാമേന്ദ്രൻ, ബാബുരാജ്, നാഗേഷ് എന്നീ പേരുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവരൊക്കെ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് വിഷയം. ആ വിഷയത്തിൽ ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ സെറ്റ് ചെയ്തത് BJPയാണ്. BJPയാണ് നാളിതുവരെ കേട്ടിരുന്ന സ്ത്രീപീഡനം, പരസ്പരമുള്ള ചക്ലാത്തി പോരാട്ടം, ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് വികസനമാണ് അജണ്ട. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതാണ് 13-14% വോട്ടിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20% BJPയുടെ വോട്ട് ഉയർത്തിയത്. ഇപ്പോൾ LDFൻ്റെ സുഹൃത്ത് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ എത്തിച്ചു. ഇതൊരു ദേശീയ നയമാണ്. NDA സർക്കാർ, മോഡി സർക്കാർ കേന്ദ്രത്തിൽ വന്നതിന് ശേഷം ക്യാഷ്ലെസ്, പേപ്പർലെസ് പദ്ധതികൾ ഈ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഭാഗമാണ്. ഒന്നല്ല, എല്ലാ പദ്ധതിയും അദ്ദേഹം വിരൽ ചൂണ്ടിയ സ്കൂളാകട്ടെ, ആസ്പത്രികളാകട്ടെ, റോഡുകളാകട്ടെ, NHലേക്ക് ഉണ്ടായിട്ടുള്ള വികസനം, ആ NHനെ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകൾക്ക് ഗ്രാമീൺ സടക്ക് യോജന വഴി കിട്ടുന്ന ഫണ്ട്, ഇക്കാലം അത്രയും അത് സംസ്ഥാനത്തിൻ്റേതാണ് എന്ന് പറയുന്നതിൽ ഇവർ ഏറെക്കുറെ വിജയിച്ചിരുന്നു. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്കതിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പദ്ധതിയും കേരളത്തിൽ കേന്ദ്രത്തിൻ്റേതല്ലാതായിട്ടില്ല. ഇപ്പോൾ LDFൻ്റെ ഒരു പ്രധാന പ്രചരണം കറണ്ട് കട്ടില്ലാത്ത 10 വർഷം. എന്തുകൊണ്ട് സാധിച്ചു? കേന്ദ്രത്തിൽ മോഡി ഭരിക്കുന്നതുകൊണ്ട് സാധിച്ചു അല്ലേ? കേന്ദ്ര പൂളിൽ നിന്നല്ലേ വൈദ്യുതി കിട്ടുന്നത്. കൂടംകുളം പദ്ധതി നടപ്പാക്കിയാൽ അത് രാജ്യത്തിന് ദോഷമാണെന്ന് പറഞ്ഞിരുന്ന ഒരു പാർട്ടി ഇന്ന് ആ കൂടംകുളം പദ്ധതിയുടെ വൈദ്യുതി ഉപയോഗിച്ച് വിതരണം ചെയ്തിട്ടാണ് ഇവിടെ കറണ്ട് കട്ടില്ലാത്ത 10 വർഷം സമ്മാനിച്ചു എന്ന് പറയുന്നത്. എന്താണ് വ്യത്യാസം? ആ ഒരു വ്യത്യാസം BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവരുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്, ശത്രുക്കളല്ല. പക്ഷേ ഇവർ BJPയെ കാണുന്നത് ശത്രുക്കളായിട്ട്. അതിൻ്റെ കാരണം അവരാണ് പറയേണ്ടത്, ഞങ്ങളല്ല അതിന് ഉത്തരവാദി. ഇത് രാഷ്ട്രീയമായി മാന്യമായ ഒരു മത്സരം നടക്കണം. ഈ മത്സരത്തിൽ ജയിക്കാൻ മാന്യതയുടെ പക്ഷത്ത് നിൽക്കുന്ന, സുതാര്യതയുടെ പക്ഷത്ത് നിൽക്കുന്ന, സത്യസന്ധതയുടെ പക്ഷത്ത് നിൽക്കുന്ന, സർവോപരി വികസനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന BJP NDAക്ക് കഴിയൂ. അതുകൊണ്ടാണ് നാളിതുവരെ ഞങ്ങളെ എതിർത്തിരുന്ന ചെറുതും വലുതുമായ കക്ഷികൾ, വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ എല്ലാം ഇന്ന് കേരളത്തിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു. മോഡിയുടെ വികസനം അവർ അംഗീകരിച്ചിരിക്കുന്നു. ആ വികസന പന്താവ് പുതുക്കാടിന് തുറന്നു കിട്ടണമെങ്കിൽ അഴിമതിയില്ലാത്ത ഒരു MLA വരണം, ഭരണകൂടം ഉണ്ടാകണം. അതിന് BJPക്ക് പ്രാപ്തിയുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഞങ്ങളുടെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ദയവ് ചെയ്ത് AKG സെൻട്രൽ ഫ്രാഞ്ചൈസികൾ നടത്തുന്ന സർവേ വിശ്വസിക്കരുത്. നിങ്ങൾ NCTV പോലെയുള്ള സാധാരണ പ്രാദേശിക ചാനലുകളെ വിശ്വസിച്ചു. പക്ഷേ ബാക്കിയെല്ലാം AKG സെൻറ്റർ സ്പോൺസറിങ്ങിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ചാനലുകളാണ്, അല്ലെങ്കിൽ ഇന്ദിരാഭവൻ്റെ. ഈ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങളുടെ സർവേകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് LDFന് വന്നിട്ടുണ്ടെങ്കിൽ അവർ പരാജയം മണത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
ഓണക്കാലം ഉല്ലാസകരമാക്കാൻ ആമ്പല്ലൂർ ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെക്കേഷൻ ഉത്സവ് 2026. 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കായി മോഡേൺ അഭിരുചിക്കനുസരിച്ചുള്ള കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഓഫീസ് കോഴ്സുകൾ, ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, പ്രോഗ്രാമിംഗ്, DTP, വെബ് ഡിസൈനിംഗ്, ജൂനിയർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ് തുടങ്ങി ആവശ്യാനുസരണം നിരവധി കോഴ്സുകൾ. ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ. ഏപ്രിൽ 16 മുൻപ് പ്രവേശനം നേടുന്നവർക്ക് 30% ഡിസ്കൗണ്ടും കൂടാതെ ഒരു പേഴ്സണലൈസ്ഡ് ബാഗും ഫ്രീ. കോൺടാക്ട് ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, 2nd ഫ്ലോർ, ബ്രെയിൻ ടെക് ഹബ്, പോളിടെക്നിക് ജംഗ്ഷൻ, ആമ്പല്ലൂർ. 9947555800. നിങ്ങളുടെ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്ററുകൾ, CCTV ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ആമ്പല്ലൂർ ബ്രെയിൻ ടെക്കിൽ ജനറൽ ചെക്കപ്പുകൾ ഫ്രീ ആയി ചെയ്യാം. ഓൺസൈറ്റ് സർവീസും ലഭ്യമാണ്. മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മെഗാ ഫ്രീ സർവീസ് മേള. കൂടാതെ ഹാർഡ്വെയർ ആക്സസറീസുകൾക്കും സോഫ്റ്റ്വെയറുകൾക്കും ചിപ്പ് ലെവൽ സർവീസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഓഫറുകളും. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തൂ. ആമ്പല്ലൂർ ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, 2nd ഫ്ലോർ, ബ്രെയിൻ ടെക് ഹബ്, പോളിടെക്നിക് ജംഗ്ഷൻ, ആമ്പല്ലൂർ. ഫോൺ 9388755836. ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫി കളർ ഹബ്, ആമ്പല്ലൂർ. ലേസർ, ഫോട്ടോ പ്രിന്റിംഗ്, ബ്രോഷേഴ്സ് മുതലുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് പ്രോഡക്റ്റുകൾ, സ്റ്റുഡിയോ ഫോട്ടോ സർവീസ്, ഫോട്ടോ ഫ്രെയിമുകൾ, മെമന്റോസ് ആൻഡ് ഗിഫ്റ്റുകൾ, വെഡിംഗ് കാർഡുകൾ, ഫോട്ടോ ആൽബങ്ങൾ, ലേസർ കട്ടിംഗ് ആൻഡ് എൻഗ്രേവിംഗ്, ഗ്രാനൈറ്റ് ഫോട്ടോഗ്രാഫിക് എൻഗ്രേവിംഗും ഗ്ലാസ് പ്രിന്റിംഗും മണിക്കൂറുകൾക്കകം. ബിറ്റ്സ് ഡിജിറ്റൽ പ്രസ് ആൻഡ് ഫോട്ടോഗ്രാഫി കളർ ഹബ്, ബ്രെയിൻ ടെക് IT സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ. കുട്ടീനെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി എന്ത് തരും? ഞങ്ങൾക്കേ ഡിമാൻഡൊക്കെ ഉണ്ട്. ഡിമാൻഡാ? എന്ത് ഡിമാൻഡ്? ഇതൊക്കെ തന്നെ ഡിമാൻഡ്. ഇതൊക്കെയാ? ഇതൊക്കെ തന്നെ. ഇത് നമ്മുടെ ചിപ്സ് കോർണറിൽ 24 മണിക്കൂർ നമുക്ക് കിട്ടണതല്ലേ? അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ പലഹാരങ്ങളാ. ബോളെ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയുടെ, ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകും. ഏതൊരാഘോഷങ്ങളിലും ഒരേ ഒരു ഡിമാൻഡ്, പുതുക്കാട് ചിപ്സ് കോർണർ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത്. ശ്രീ അനൂപ്, നേരത്തെ ഒരുപാട് വികസന നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെയും ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തെ KK രാമചന്ദ്രൻ എന്ന MLA-യുടെയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു. UDF പ്രതിനിധി പറയുന്നത് ഈ വികസനങ്ങളൊക്കെ എവിടെ? അത് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഒപ്പം NDA പ്രതിനിധി പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ്, കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ നടപ്പാക്കിയ പദ്ധതികളാണെന്നാണ്. ഇവിടെ UDF-ൻ്റെയും അതുപോലെ BJP-യുടെയും പ്രതിനിധികൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു എന്നല്ലാതെ അതിൽ പുതുമയൊന്നും ഉള്ളൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യം, ഈ അളഗപ്പ മില്ലുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അളഗപ്പ മില്ല് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ളൊരു സ്ഥാപനമല്ല, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് അളഗപ്പ മില്ല്. ആ മില്ല് പൂട്ടിക്കിടന്നിട്ട് വർഷങ്ങളായി. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഇവിടുത്തെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അത് തുറന്നു പ്രവർത്തിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ട് 2 വർഷം പൂർത്തീകരിച്ചു. ആ സുരേഷ് ഗോപിയുടെയോ BJP-യുടെയോ പേര് അറിയാതെ പോലും പറയാൻ പാടില്ല എന്നുള്ളൊരു ജാഗ്രത ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി കാണിക്കുകയുണ്ടായി. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതും ഇടതുപക്ഷത്തിൻ്റെ തലയിലിട്ട് അതും ഇനി ഞങ്ങളുടെ കുഴപ്പമാണ് എന്ന തരത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ BJP-യുടെ പ്രതിനിധി പറഞ്ഞു, ഇനിയിപ്പോൾ പവർ കട്ട് നിർത്തലാക്കിയത് BJP നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. നരേന്ദ്രമോദി ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പവർ കട്ടില്ലേ? ഇപ്പോൾ പെൻഷൻ 2000 ആക്കിയത് നരേന്ദ്രമോദിയാണ് എന്ന് പറയാഞ്ഞത് അതും ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കാണുന്നത്. ഇവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ആറ്റപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എന്ന് തെരഞ്ഞെടുപ്പുണ്ടോ അന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നൊരു കാര്യമാണ്. ഇറിഗേഷൻ വകുപ്പിന് അക്കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ കേരളത്തിൻ്റെ നിയമസഭയിൽ നിരവധി തവണ സബ്മിഷനായും അല്ലാതെയൊക്കെ ഉന്നയിച്ചൊരു കാര്യമാണ് ആറ്റപ്പള്ളി. 2018 മഹാപ്രളയവും 2019 പ്രളയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ പുഴ ഗതിമാറി ഒഴുകിയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ രൂപപ്പെട്ടു വന്നു. ഇപ്പോൾ നമ്മൾ കാണേണ്ടത് ആ ആറ്റപ്പള്ളിയുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി MLA കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി
1,20,00,000 രൂപ അതിൻ്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ഗവൺമെൻറ് അനുവദിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അതുപോലെ അതിൻ്റെ ഈ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഈ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി വിദഗ്ധ സംഘം അവിടെ വന്ന് പരിശോധന നടത്തുകയും IDRBയുടെ ഉദ്യോഗസ്ഥന്മാരും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അവിടെ പരിശോധന നടത്തി 18 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരു സംശയം വേണ്ട, അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ആറ്റപ്പിള്ളി എന്നുള്ളൊരു വാക്ക് പറയാനുള്ള അവസരം കോൺഗ്രസിനും BJPക്ക് ഉണ്ടാകാത്ത തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഇവർ പറഞ്ഞത് റോഡുകളുടെ കാര്യം പറഞ്ഞു. എല്ലായിടത്തും മാറ്റം ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. 10 കൊല്ലം മുമ്പ് ഈ മാറ്റം ഉണ്ടായില്ലല്ലോ സാറന്മാരെ. 10 കൊല്ലം മുമ്പ് ഈ മാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണല്ലോ മാറി തുടങ്ങിയത്. പുതുക്കാട് ചെങ്ങാലൂർ റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ പല പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിലെ മുടക്കാൻ ശ്രമിച്ച ആളുകളാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ റോഡ് പുതുക്കാട് പിന്നെ മുപ്ലിയം അന്തിപുലം ഇഞ്ചക്കുണ്ട് വഴി കോടാലി പോകുന്ന റോഡ് 73 കോടി രൂപ ചിലവിൽ ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് വൈകാൻ ചില കാരണങ്ങൾ കൂടി ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ആ റോഡ് കിഫ്ബിയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുക അനുവദിച്ചത്. കിഫ്ബിയുടെ നോംസ് അനുസരിച്ച് അവരുടെ സ്പെക്ക് അനുസരിച്ച് 10 മീറ്റർ വീതി റോഡിന് വേണം. എന്നാൽ അവിടെ പല സ്ഥലത്തും 10 മീറ്റർ വീതിയില്ല. അപ്പോൾ ഭൂമി അക്വിസേഷൻ്റെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ തിരുവനന്തപുരത്ത് MLAയുടെ നേതൃത്വത്തിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്ന് തീരുമാനിച്ചു 9 മീറ്ററിൽ നിർമ്മാണം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചു. 9 മീറ്ററിൽ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ച് പുതുക്കാട് യോഗം ചേർന്ന് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ യോഗം ചേർന്ന് തീരുമാനിച്ചു. കിഫ്ബി ഒരു കണ്ടീഷനാണ് ആ കാര്യത്തിൽ പറഞ്ഞത്. ഇങ്ങനെ 9 മീറ്ററിൽ അങ്ങനെ പണിയുമ്പോഴും ഭൂമി ചിലപ്പോൾ വിട്ടുതരേണ്ടതായിട്ട് വരും. അങ്ങനെ വിട്ടുതരുമ്പോൾ 80% വരുന്ന ആളുകൾ ഭൂമി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന 80% ആളുകൾ അവർക്ക് സമ്മതപത്രം കൊടുക്കണം, NOC കൊടുക്കണം. ആ NOC കൊടുക്കുന്നതിന് വേണ്ടി 3 ഗ്രാമപഞ്ചായത്തുകളെ ചുമതലപ്പെടുത്തി. ഒന്ന് പുതുക്കാട് പഞ്ചായത്ത്, ഒന്ന് മറ്റത്തൊരു പഞ്ചായത്ത്, ഒന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത്. ഇവർ ഒരു കമ്മിറ്റി തീരുമാനമെടുത്ത് കൊടുക്കണം. ഞങ്ങൾ ഇടപെട്ട് ഇത് അനുമതി വാങ്ങി കൊടുത്തോളാം. എത്ര മാസം ആ കമ്മിറ്റി തീരുമാനം കൊടുക്കാതെ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈകിപ്പിച്ചു എന്നും ആ നിർമ്മാണ പ്രവർത്തനം എന്തുകൊണ്ട് ഇത്രയും കൂടി നീണ്ടുപോയി എന്നും കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിന് മറുപടി പറയാൻ തയ്യാറാവണം. മറ്റ് പഞ്ചായത്തുകൾ കൊടുത്തല്ല, വരന്തരപ്പള്ളിയും മറ്റത്തൂരും കൊടുത്തു. ഇത് ദീർഘിപ്പിച്ചു കൊണ്ടുവന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ്റെ നിർമ്മാണം വൈകിപ്പിക്കുന്ന കാര്യത്തിൽ എന്തായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങുന്ന ഘട്ടത്തിൽ അതിലുണ്ടാക്കിയൊരു കരാറ്? കാരണം റവന്യൂ വകുപ്പിൻ്റെ വില്ലേജ് ഓഫീസ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ബിൽഡിങ്ങിലാണ്, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിലാണ് നിലനിൽക്കുന്നത്. ആ സ്ഥലം പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന് കൈമാറാം. പകരം 5 സെൻറ്റ് സ്ഥലം ഈ മിനി സിവിൽ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്തെ 5 സെൻറ്റ് പഞ്ചായത്തിൻ്റെ മിനി സിവിൽ സ്റ്റേഷന് PWDക്ക് ബിൽഡിങ്സ് വിഭാഗത്തിന് കൈമാറണം. അപ്പോൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർ ഉൾപ്പെടെയുള്ള യോഗത്തിൽ പറഞ്ഞു 5 സെൻറ്റ് തന്നാൽ പോരെ, ഞങ്ങൾക്ക് പകരം 10 സെൻറ്റ് തരണമെന്ന് ആവശ്യപ്പെട്ടു. അവസാനം ധാരണയായി 5 സെൻറ്റ് കൊടുക്കാം. അങ്ങനെ അത് മാറാൻ തീരുമാനിച്ചു. 5 സെൻറ്റ് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന് റവന്യൂ ഭൂമി വില്ലേജ് ഓഫീസിൻ്റെ കൊടുക്കുമ്പോൾ വില്ലേജ് ഓഫീസ് പുതുക്കാട് നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറുമ്പോൾ അത് ഈ PWD വിഭാഗത്തിൻ്റെ ആയി മാറും. ഇങ്ങനെയാണ് കണ്ടീഷനായിരുന്നത്. തീരുമാനമെടുത്ത് പിരിഞ്ഞു. പക്ഷെ ആ തീരുമാനത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ കമ്മിറ്റി തീരുമാനം റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തില്ല. അവസാനം MLA അന്ത്യശാസനം കൊടുത്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി തീരുമാനം കൊടുത്തത്. അത് കൊടുത്തതോ കണ്ടീഷണലായിട്ടുള്ള കമ്മിറ്റി തീരുമാനം കൊടുത്തത്. ഒരു കണ്ടീഷൻ ഇല്ലാതെയാണ് ഈ നേരത്തെ കളക്ടറുടെ ചേംബറിൽ വിളിച്ച യോഗത്തിൽ തീരുമാനമെടുത്തതെങ്കിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്ത് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് വാക്കുമാറ്റി. അവർ പറഞ്ഞു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഈ മിനി സിവിൽ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഇതിൻ്റെ ഡിസൈനും ലേഔട്ടും ഒക്കെ വീണ്ടും മാറ്റേണ്ടി വന്നു. എത്ര മാസങ്ങൾ ഈ പദ്ധതി ദീർഘിപ്പിക്കുന്നതിന് വേണ്ടി പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അന്നത്തെ വ്യക്തി ശ്രമിച്ചു എന്നുള്ളത്
ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ലെങ്കിൽ പോലും പുതുക്കാട്ടുകാർക്ക് അത് നന്നായി അറിയാം. അത് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ ചോദിക്കും എന്നാണ് പുതുക്കാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പാകെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു നേരത്തെ സുധൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ പല വികസനങ്ങളും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ അനൂപ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് നമുക്ക് ഏറ്റവും മോശം ഒരു റോഡായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഈ മുപ്ലിയം റോഡ് എന്ന് പറയുന്നത്. ആ റോഡ് മാത്രമാണ് നമുക്കൊരു വലിയ ഒരു അപാകതയായിട്ട് കാണാൻ കഴിയുന്നത്. അത് മുടക്കിയത് കോൺഗ്രസ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ മറുപടി ഇപ്പോൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് കഴിഞ്ഞ 5 വർഷമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അതിനു മുമ്പ് ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ റോഡുകൾ ഈ തൃശ്ശൂർ ജില്ലയിൽ മറ്റു നിയമങ്ങളിൽ കടന്നു വരുന്നത്? ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഞാനിത് പറയുമ്പോൾ വേറൊരു കാര്യം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് ഒരു മേൽപ്പാലം എന്നപ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്ന അന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന പുതുക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ PR ഫ്രാൻസിസ് ഉൾപ്പെടുന്ന ഇടതുപക്ഷ ഭരണസമിതി അവിടെ മേൽപ്പാലം ആവശ്യമില്ല എന്ന ശക്തമായൊരു പ്രമേയം പാസാക്കി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ മേൽപ്പാലം ഇല്ലാതാക്കി 48 പേരുടെ മരണത്തിന് കാരണക്കാരൻ അദ്ദേഹമാണ് എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇവർ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇരട്ടത്തപ്പ് പറയരുത്. പുതുക്കാട് നമുക്കറിയാം 3 കോളേജും 4 സ്കൂളുകളും റെയിൽവേ സ്റ്റേഷൻ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നിരവധിയായ ആയിരക്കണക്കിന് ആളുകൾ വന്നുകൊണ്ട പ്രദേശത്ത് ഒരു മേൽപ്പാലം വേണ്ട എന്ന് പറയുകയും അതിന് പകരമായി ആമ്പല്ലൂരായാൽ കുഴപ്പമില്ല എന്നൊരു നടപടി സ്വീകരിച്ച് അന്നത്തെ ഇടതുപക്ഷ പഞ്ചായത്ത് ഭരണസമിതി അതിനെതിർത്തുകൊണ്ടാണ് ആ മേൽപ്പാലം ഇത്രകാലം വൈകിപ്പോയത്. ഈ റോഡിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു, ഈ മുപ്ലിയം റോഡിൻ്റെ കാര്യം. മുപ്ലിയം റോഡിൽ തർക്കമുള്ള യാഥാർത്ഥ്യമാണ്. കാരണം പഞ്ചായത്തിൻ്റെ കൈവശം ഇരിക്കുന്ന 5 സെൻറ്റ് ഭൂമി യാതൊരു ഉപാധികളുമില്ലാതെ ഈ ബിൽഡിംഗ് പണിയാനായിട്ട് സർക്കാർ സംവിധാനത്തിൽ കൊടുക്കുമ്പോൾ തിരിച്ച് ആ സംവിധാനമായി ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്തിന് അവിടെ പഞ്ചായത്തിൻ്റെ അതൊരു സംവിധാനം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ന്യായമായിട്ടൊരു കാര്യമാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബാബുരാജിൻ്റെ വീട്ടിലേക്ക് ഒരു കാർ ഷെഡ് പണിയല്ല ചോദിച്ചത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് എക്കാലവും കോൺഗ്രസ് ഭരിക്കുന്നുള്ള ഉറപ്പുണ്ടോ? 10 വർഷം മുമ്പ് ഇടതുപക്ഷം ഭരിച്ചിരുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഇടതുപക്ഷമോ അല്ല മറ്റേത് പാർട്ടിയോ ആകട്ടെ, പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ കൈവശമുള്ള ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ പാലിക്കുന്ന ഒരു ക്രമം പാലിക്കാതെ വന്നപ്പോഴാണ് ചെറിയ തർക്കമുണ്ടായി. പക്ഷേ പഞ്ചായത്ത് അവസാനം ഇവരെ മറ്റേ ഭീഷണി കൊണ്ടൊന്നുമല്ല, വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് ചില വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ മിനി സുവിശേഷ സ്ഥലം വിട്ടുകൊടുക്കാൻ പുതുക്കാട് പഞ്ചായത്ത് തയ്യാറായി. ഇപ്പോൾ പുതുക്കാട്, തൃക്കൂർ, അളഗപ്പ നഗർ പഞ്ചായത്തുകൾ UDFന്റെ കൈവശമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ MLA ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന ഇത്തരം പഞ്ചായത്തുകൾ വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, രവീന്ദ്രൻ മാഷ് ഉള്ള കാലഘട്ടം മുതൽ പഞ്ചായത്തുകൾക്ക് ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് മാത്രം പദ്ധതികൾ കൊടുക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇദ്ദേഹം വ്യത്യസ്തനല്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള KSFDCയുടെ ഒരു സിനിമ ശാല അവിടെ പണി തുടങ്ങിയിട്ട് എത്ര വർഷമായി? അതൊരു പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് അല്ല. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ആമ്പല്ലൂർ ഹൃദയഭാഗത്ത് വലിയ കൊട്ടിഘോഷിച്ച് മന്ത്രി വന്ന് ഉദ്ഘാടന പദ്ധതി എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? പരിശോധിക്കണ്ടേ? അതുപോലെ നിങ്ങൾ പരിശോധിക്കണം, ഇടതുപക്ഷ ജനാധിപത്യയുടെ MLA മാർ വന്ന കാലഘട്ടം മുതൽ അവർ നടപ്പാക്കുന്ന പദ്ധതികൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തനം കാണാൻ സാധിക്കുക. പുതുക്കാടിക്ക് ഏത് പദ്ധതിയാണ് പ്രിയപ്പെട്ട രാമേന്ദ്രൻ നൽകിയത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, ഏതൊരു വൻകിട പദ്ധതിയാണ് ഈ പുതുക്കാടിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായി UDF ഭരിക്കുക? ഏത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? അപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലേക്ക് പദ്ധതികൾ കൊണ്ടുവരികയും മറ്റു പാർട്ടികൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ അവഗണിക്കുന്ന സമീപനമാണ്, ഒരു സ്വജന പക്ഷപാതമാണ് MLAയുടെ ഭാഗത്തുള്ളതെന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ശ്രീ PG ജയൻ, നേരത്തെ അനുപേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നേരത്തെ സുധൻ ചേട്ടൻ സുരേഷ് ഗോപിയുടെ പേര് മനഃപൂർവ്വം മറച്ചു വെച്ചതെന്നാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ഡീൽ ആരോപണം വരുന്നുണ്ട്. BJP UDF ഡീൽ ആരോപിക്കുന്നുണ്ട്. UDF പറയുന്നു LDFും BJPയും തമ്മിലാണ് ഡീൽ എന്നാണ്. 2 സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് വരുന്നത് BJP ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതിലൊരു കാര്യം അത് പറയൂ. ഈ BJP ഡീലിൻ്റെ കാര്യം ഞാനത് വിട്ടുപോയതാണ്. BJP ഡീലിൻ്റെ കാര്യം ഇദ്ദേഹം ഇപ്പം MP ആയത് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ADGP അജിത് കുമാറിനെ RSSുമായി 3 വട്ടം ചർച്ചയ്ക്ക് വിട്ടത് പിണറായി വിജയനാണ്, ഞങ്ങളല്ല. പൂരം കലക്കാൻ വേണ്ടി പൂരം കലക്കി അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് BJPയെ ജയിപ്പിക്കാൻ ഡീലുണ്ടാക്കിയത് പിണറായി വിജയൻ കേരളത്തിന്റെ സംസ്ഥാന DGP അജിത് കുമാറിനെ RSSുമായി ചർച്ചയ്ക്ക് വിട്ടത് ഞങ്ങളല്ല. ഡീലുള്ളത് കോൺഗ്രസ് BJPക്ക് മറിച്ചു കൊടുത്തതിന്റെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. 2 സ്ഥാനത്തും UDF പറയുന്നു LDFും BJPയും തമ്മിൽ ഡീൽ എന്ന് പറയുന്നു, LDF പറയുന്നു UDF BJP ഡീൽ എന്ന് പറയുന്നു. 2 മുന്നണികളുടെയും പ്രതിസ്ഥാനത്ത് നിങ്ങളാണ്. 2 സുഹൃത്തുക്കളും മനസ്സിലാക്കേണ്ടത്,
ഭയങ്കര എക്കോ. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നില്ല. അതിനിടയിൽ നിങ്ങളിങ്ങനെ തമാശ പറഞ്ഞ് തല്ലുകൂടല്ലേ? നിങ്ങൾ ഒറ്റ കക്ഷികളല്ലേ? വെറുതെ എന്തിനാ നാട്ടുകാരെ പറ്റിക്ക് ഇങ്ങനെ തല്ലുകൂടണേ? ഇന്ത്യ മുന്നണിയുടെ 2 പ്രബല ഘടകകക്ഷികളാണ് നിങ്ങൾ. രാഹുൽജി ഇല്ലാതെ MA ബേബി ഇല്ല. അവരൊറ്റ കക്ഷികളാണ്. വെറുതെ ഇവിടെ വന്ന ആൾക്കാരെ പറ്റിക്കാൻ ഞങ്ങൾ ഇവർക്കെതിരാണ്, അവർ ഞങ്ങൾക്കെതിരാണ്. ഞങ്ങളാണ് വികസനം നടത്തിയത്, അവർ വികസനം തടഞ്ഞു. 2 പേരും വികസനത്തിൻ്റെ വക്താക്കളല്ല. കോൺഗ്രസ് സുഹൃത്ത് ആറ്റപ്പള്ളി പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ആറ്റപ്പള്ളി പാലം ഏത് കാലത്ത് തുടങ്ങിയതാ? ഇന്നും കാടാറ് മാസം നാടാറ് മാസമാണ് ആറ്റപ്പള്ളി പാലം. 6 മാസം തുറക്കും, 6 മാസം അടയ്ക്കും. 2 വീലറിന് പോവാം, ചിലപ്പോൾ ബൈക്കിന് പോവാം, ചിലപ്പോൾ സൈക്കിളിന് പോവാം, ഇപ്പോൾ കാറിന് പോവാം, ലോറിക്ക് പോകാൻ പറ്റില്ല. ഇത് UDFും LDFും KP വിശ്വനാഥനും രവീന്ദ്രൻ മാഷും രാമചന്ദ്രനും എല്ലാം ഉണ്ടായ കാലത്തും ആറ്റപ്പള്ളി പാലം കാടാറ് മാസം നാടാറ് മാസം. ഒന്നിലെ പാലം തകരാറ്, അല്ലെങ്കിൽ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു. അല്ലേ? നിങ്ങൾ പോയിട്ടുണ്ടോ ആറ്റപ്പള്ളിയിൽ? പോയിട്ടില്ലേ? ആറ്റപ്പള്ളി ഒരു കാലത്തും സമ്പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടില്ല. അതിന് LDFും UDFും തുല്യ പങ്കാളികൾ. വെറുതെ ഇവിടെ ഇവർ തല്ലുകൂടുക. ഈ എക്കോ അടിക്കുന്നതിനിടയിൽ ഇവരിങ്ങനെ തല്ലുകൂടി ആളുകൾക്കൊന്നും മനസ്സിലാവരുത്, ഞങ്ങൾ വലിയ ശത്രുക്കളാണെന്ന് തോന്നണം എന്നുള്ള ഒരു രാഷ്ട്രീയം മാത്രമാണ് ഇവർ തമ്മിലുള്ള തർക്കം. യഥാർത്ഥ തർക്കം ഒരു ഭാഗത്ത് ഞങ്ങളും മറുഭാഗത്ത് ഇവരുമാണ്. വികസന കാര്യത്തിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ 20 ലോകസഭാംഗങ്ങളുണ്ട്. 19 പേര് എന്ത് ചെയ്തു എന്നുള്ളത് ഇവർക്ക് 2 പേർക്കും വിഷയമല്ല. സുരേഷ് ഗോപി എന്ത് ചെയ്തു? എല്ലാം സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്കാണ്. അളഗപ്പ നഗറായിക്കോട്ടെ, ഏത് നഗറിലെ ആയിക്കോട്ടെ, ഒരു സംസ്ഥാനത്ത് കേന്ദ്ര സ്ഥാപനമായാൽ പോലും പ്രാദേശിക, ഇപ്പോൾ ചിമ്മിനി ടൂറിസം BJP തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഉന്നയിച്ചൊരു വിഷയമാണ്. ജില്ലാ പഞ്ചായത്ത് തൊട്ട് തുടങ്ങണം അതിൻ്റെ പേപ്പർ വർക്ക്. സംസ്ഥാന ഗവൺമെൻറ് പിന്തുണയ്ക്കണം. എത്ര വർഷമായി നമ്മൾ ചിമ്മിനി ടൂറിസത്തെക്കുറിച്ച് പറയുന്നു. ഇന്ന് തൃശ്ശൂരിലൊരു MP കേന്ദ്രമന്ത്രിയായ ടൂറിസം വകുപ്പുണ്ട്. ഒരു കഷ്ണം കടലാസ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റോ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തോ വച്ചിട്ടുണ്ടോ? അന്വേഷിക്കണ്ടേ? ശരിയാണ്. ഒരു മിനിറ്റ് കൂടി. തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സ് റവന്യൂ മന്ത്രി രാജനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം തൃശ്ശൂരിൻ്റെ വികസനം എന്ന് പറഞ്ഞ് വിളിച്ചു. സുരേഷ് ഗോപി പലവട്ടം അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, എന്നാണ് മന്ത്രി ഡേറ്റ് തന്നിട്ടുള്ളത്, ഞാൻ വരാം. ഇതേവരെ രാജൻ്റെ ഭാഗത്ത് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ കേന്ദ്ര സ്ഥാപനങ്ങളായാലും NH ആയാൽ പോലും അവിടെ കേന്ദ്രത്തിന് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സംസ്ഥാനത്തിൻ്റെ പിന്തുണ വേണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, നമുക്ക് പുതുക്കാടിൻ്റെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഏതായാലും ഒരുപാട് ആവശ്യങ്ങൾ പുതുക്കാടിൻ്റെ ആവശ്യങ്ങളായി നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്തായാലും ജയൻചേട്ടൻ പറഞ്ഞതുപോലെ ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ പറ്റിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒരിക്കലും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. NCTV ബ്രെയിൻ ടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൻ്റെ ആദ്യ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NCTV തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബ്രെയിൻ ടെക് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ്, ബിറ്റ്സ് ടവർ, പോളി ജംഗ്ഷൻ, ആമ്പല്ലൂർ.